ിലേക്ക് തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന വടകര അതും കഴിഞ്ഞ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി മാറ്റത്തിലേക്കുമൊക്കെ കടന്ന ഒരു സാഹചര്യം CPM മനസ്സുള്ള ഒരു കോട്ട എന്ന് പറയുക അതേസമയം കോൺഗ്രസ് അത് നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടെ വടകരയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം സ്ഥാനാർത്ഥികൾ ഷാഫി പറമ്പിലാണ് UDFന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആകും എന്നുള്ള പ്രചാരണത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ വടകരയിലോട്ട് എത്തുന്നത് കെ ശൈലജ ടീച്ചർ LDFന്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ പ്രഫുൽ കൃഷ്ണ എത്തുകയും ചെയ്തിരിക്കുന്നു പ്രവചനാതീതമായ നിയമസഭാ മണ്ഡലങ്ങൾ വടകര കുറ്റ്യാടി നാദാപുരം ഒക്കെ എല്ലാ സമയത്തും ഈ മണ്ഡലത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവത്തെ നിലനിർത്തുന്ന ഒന്നുകൂടിയാണ് അനീഷ് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് വടകര കൂടി പറഞ്ഞു പെട്ടെന്ന് തീർക്കാനാവും അല്ലാത്ത രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് എങ്കിലും ഈ രണ്ടാം ഘട്ട പ്രചാരണത്തിന്റെ പൾസ് ആർക്കൊപ്പം അപർണ തീർച്ചയായും ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കമുള്ള മണ്ണാണ് കടത്തനാട്ടെ മണ്ണെന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDFന് സ്ഥിരമായി സീറ്റുകൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ചും 2009 തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ TP ചന്ദ്രശേഖരൻ മത്സരിച്ച് 20,000-ലധികം വോട്ടുകൾ പാർട്ടി കോട്ടകളിൽ നിന്നും ചോർത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് TP വധവുമായി ബന്ധപ്പെട്ട അലോലികൾ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജനവിധിയെ കൃത്യമായി സ്വാധീനിച്ചത്. ഇത്തവണ കേരളത്തിൽ ഏറ്റവും അധികം ആവേശം ഓളമുള്ള പ്രചരണം നടക്കുന്നത് വടകരയിലാണ് ും പറയാം. പക്ഷേ അപ്രതീക്ഷിതമായാണ് CPMന് തിരിച്ചടിയായി പാനൂരിൽ ഇന്നലെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിലെ മരണം ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. ഇന്ന് സമാധാന സന്ദേശ യാത്രയൊക്കെയുമായി ഈ ഷാഫി പറമ്പിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആ ഒരു വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം ഈ തെരഞ്ഞെടുപ്പുകളിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും എന്നാണ് ഷാഫി പറഞ്ഞിരുന്നത്. പക്ഷേ മറുവശത്ത് ഇത്തരത്തിലെ പ്രാദേശികമായ വിഷയങ്ങളല്ല അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടത്. രാജ്യത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കേണ്ട അല്ലെങ്കിൽ രാജ്യം ആര് ഭരിക്കണം, രാജ്യത്തെ നയങ്ങൾ ഏത് തരത്തിൽ തീരുമാനിക്കണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിഷയമെന്നാണ് ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എന്തായാലും CPMന് മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരിപ്പിച്ചിരിക്കുന്നത്. മറുവശത്ത് കെ മുരളീധരൻ അപ്രതീക്ഷിതമായി തൃശ്ശൂരിലേക്ക് പോയപ്പോൾ അതിനോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടെ UDFും നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ താരതമ്യേന ഗൗരവമുള്ള മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1 ലക്ഷം വോട്ടിലേക്ക് പോലും ഇതുവരെ എത്തിക്കാൻ BJPക്ക് കഴിയാത്ത അല്ലെങ്കിൽ ഇന്ത്യക്ക് കഴിയാത്ത ഒരു സാഹചര്യമുള്ള മണ്ഡലവുമാണ്. എന്തായാലും പ്രവചനാതീത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം നിലവിലുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ആ പ്രവചനാതീത തീർച്ചയായിട്ടും പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ തന്നെ UDF ഒരുങ്ങുന്ന ദിവസം കൂടിയാണ്. ഷാഫിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര കൂടെ നടക്കുമ്പോൾ നമുക്ക്